ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാലാമത്തെ വേൾഡ് കപ്പിന് വേണ്ടിയാണ് നെയ്മർ തയ്യാറെടുക്കുന്നത്. ഇതുവരെ ഒരു വേൾഡ് കപ്പ് നേടാനുള്ള ഭാഗ്യം നെയ്മർക്ക് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത് നെയ്മറുടെ അവസാനത്തെ വേൾഡ് കപ്പായി മാറാനും സാധ്യതയുണ്ട്. ബ്രസീലിന്റെ കാര്യവും കഷ്ടത്തിലാണ്. 20 വർഷത്തിന് മേലെയായി ഒരു വേൾഡ് കപ്പ് കിരീടം ബ്രസീലിന് ലഭിച്ചിട്ട് അവസാനമായി 2002 ബ്രസീലിന് വേൾഡ് കപ്പ് ലഭിച്ചത്. ഏതായാലും ഇതിന് ഒരു അറുതി വരുത്തേണ്ടതുണ്ട്. അത് നടക്കണമെങ്കിൽ നെയ്മർക്ക് വേണ്ടി കളിക്കണം എന്നുള്ള ഒരു ഉപദേശമാണ് ബ്രസീലിയൻ ഇതിഹാസമായ ഡാനി ആൽവസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പ് നേടണമെങ്കിൽ ബ്രസീലിയൻ താരങ്ങൾ, ബ്രസീൽ നെയ്മർക്ക് വേണ്ടി കളിക്കണം. അത് നെയ്മറാണ് എന്നുള്ള കാര്യം ബ്രസീലിയൻ താരങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഡാനി ആൽവസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെസ്സിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് എന്നും ഉദാഹരണമായി കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഡാനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്രസീലിന് കിരീടം നേടണമെങ്കിൽ അവർ എന്തായാലും നെയ്മർക്ക് വേണ്ടി കളിക്കണം, അല്ലാതെ രക്ഷയില്ല. മെസ്സിയാണെന്ന് തിരിച്ചറിഞ്ഞത് മുതലാണ് അർജന്റീന മെസ്സിക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയത്. അതോടുകൂടിയാണ് അവർ കിരീടങ്ങൾ നേടിയതും. ഇതാണ് ഇപ്പോൾ ഡാനി ആൽവസ് പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് താരങ്ങൾ കളിച്ചാൽ മാത്രമാണ് ആ ഒരു കിരീടം ലഭിക്കുകയുള്ളൂ എന്നാണ് ഡാനി ആൽവസ് വ്യക്തമാക്കിയിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറും ഇത് നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇത് നെയ്മറുടെ ലാസ്റ്റ് ഡാൻസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് കപ്പ് കിരീടം നെയ്മർ അർഹിക്കുന്നു. നെയ്മർക്ക് വേണ്ടി തങ്ങൾ കളിക്കും, നെയ്മർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും, അദ്ദേഹത്തിന് കിരീടം ലഭിക്കാൻ വേണ്ടി സർവ്വതും നൽകും എന്നൊക്കെയായിരുന്നു വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിരുന്നത്. ഏതായാലും കളിക്കളത്തിൽ എങ്ങനെയായിരിക്കും ഈ ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.